ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുമായിട്ടാണ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ മസാലപ്പൊടി ചേർക്കുന്നില്ല, അതായത് മുളക് പൊടി, മീറ്റ് മസാല, ചിക്കൻ മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. കാന്താരി മുളക്, കുരുമുളക് പൊടി, തേങ്ങാപ്പാൽ, പൊട്ടറ്റോ അങ്ങനെയെല്ലാം ചേർത്തിട്ട് ഒരു അടിപൊളി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതേ ആ ടേസ്റ്റിലുള്ള ചിക്കൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ പോകാം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം ഇൻഗ്രീഡിയൻസുകൾ എടുത്തിട്ടുണ്ടെന്നും പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 750 ഗ്രാം ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളമെല്ലാം വാർത്തോർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. പിന്നെ അതിലേക്ക് ഞാനൊരു വലിയ 3 തക്കാളി ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു അരമുറി തേങ്ങ, 1 ഗ്ലാസ് വെള്ളത്തിൽ ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ, 3 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, 4 വലിയ പച്ചമുളക് കീറിയെടുത്തത്, പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്താണ്, കഷ്ണാക്കി വേവിച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കാന്താരി മുളകുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇനി മുളക് പൊടിയും ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒന്നും ചേർക്കുന്നില്ല. ഇതാണ് നമ്മളെ കറിയുടെ മസാല. അപ്പോൾ നമുക്ക് ഈ കാന്താരി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സ്റ്റവിലേക്ക് പോകാം. ആദ്യം നമ്മൾക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് നമ്മൾ ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ, ചൂടാവട്ടെ. നമ്മുടെ ജീരകം, പട്ട, ഗ്രാമ്പൂ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. സവാള, പച്ചമുളക്. ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വഴന്നു വരാനൊക്കെ നല്ല ചൂട് തന്നെ ആവശ്യം. അപ്പോൾ നമുക്കിനി നമ്മുടെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വലിയ സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എല്ലാം നല്ലപോലെ വഴന്നു വരണം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെ സവാള പകുതിയായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന, കണ്ടല്ലോ ഞാൻ എടുത്ത് വെച്ചിരിക്കണ്ട, ആ കാന്താരി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് നമ്മൾ സവാളയോടൊപ്പം തന്നെ മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളിയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് തക്കാളി ഒഴിച്ചു കൊടുക്കാം.
നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ബൗളൊന്ന് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊരു ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തിളച്ച് വന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അടച്ചു വയ്ക്കണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളെ ചിക്കൻ കറി. നമ്മളിതിൽ നേരത്തെ സവാള വാട്ടുമ്പോഴാണ് ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ ഉപ്പിടാൻ നമ്മൾ മറന്നുപോയി. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് നമ്മൾ ചാറൊന്ന് വറ്റണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി നോക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കണ്ടല്ലോ, ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള എരിവും മണവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, ഈ പെപ്പർ പൗഡറില്ലേ, കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് എരിവ് ഞാൻ ഇത്തിരി കാന്താരി മുളക് കൂടുതൽ ചേർത്തല്ലോ, അതിന് ആവശ്യത്തിനുള്ള എരിവുണ്ട്. അപ്പോൾ നമുക്ക് കാന്താരി വേണ്ട, കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ വേവിച്ച കിഴങ്ങുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ്, അതും നമ്മുടെ ചിക്കൻ്റെ കഷ്ണം ഗ്രേവിയും കൂടെ ഒന്ന് വെന്തൊന്ന് സെറ്റായി വരണം. ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണോ നമുക്കിനി അത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി വേവട്ടെ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് കുറച്ച് സമയം കൂടി ഇരുന്നാൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ഇരുന്നാൽ മതിയാവും. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ കാന്താരി ചേർത്ത അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക്